ഹായ് ഓൾ, PS റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്ത ഹിന്ദു മഹാസഭാ നേതാവ് VD സവർക്കർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്ത ഹിന്ദു മഹാസഭാ നേതാവാണ് VD സവർക്കർ. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്തത് 1908. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്ത വർഷമാണ് 1908. രാജേന്ദ്ര ലാഹിരിയെ തൂക്കിലേറ്റുന്നതിന് കാരണമായ കേസ് കാക്കോറി കേസ്. രാജേന്ദ്ര ലാഹിരിയെ തൂക്കിലേറ്റുന്നതിന് കാരണമായ കേസാണ് കാക്കോറി കേസ്. ഉദ്ബോധനം എന്ന ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. ഉദ്ബോധനം എന്ന ബംഗാളി പത്രത്തിന്റെ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ. വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. 90.68%. ഓർത്തു വയ്ക്കണം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. 4 രാജ്ഭവനുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. 4 രാജ്ഭവനുകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായതിന്റെ 100ാം വാർഷികം ആഘോഷിച്ച വർഷം 2011. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായതിന്റെ 100ാം വർഷം ആഘോഷിച്ച വർഷമാണ് 2011. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കേരളത്തിൽ ഒരു ജലപ്രവാഹത്തെ നദിയായി കണക്കാക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നീളം 15 കിലോമീറ്റർ ആണ്. 15.01 കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രേഖകളിൽ 15.01 15 കിലോമീറ്റർ എന്ന് പഠിച്ചു വെക്കുക. കേരളത്തിൽ ഒരു ജലപ്രവാഹത്തെ നദിയായി കണക്കാക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നീളമാണ് 15 കിലോമീറ്റർ, അല്ലെങ്കിൽ 1501.01. ഇടുക്കി ആർച്ച് ഡാമിന്റെ ഉയരം എത്ര? ഇടുക്കി ആർച്ച് ഡാമിന്റെ ഉയരം 168.91 മീറ്റർ. ഇതിനെ ഫീറ്റിലേക്ക് മാറ്റുമ്പോൾ 554 ഫീറ്റ്. ഇടുക്കി ആർച്ച് ഡാമിന്റെ ഉയരം 168.91 മീറ്റർ, അല്ലെങ്കിൽ 554 ഫീറ്റ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി? പോട്ടമോളജി എന്നാൽ നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയതാര്? കേണൽ ആൻഡ്രൂ വാഗ്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗ്. വാൽ നക്ഷത്രങ്ങളിൽ ഇറങ്ങുന്ന ആദ്യ ബഹിരാകാശ പേടകം റോസെറ്റ. വാൽ നക്ഷത്രങ്ങളിൽ ഇറങ്ങുന്ന ആദ്യ ബഹിരാകാശ പേടകമാണ് റോസെറ്റ. സൂര്യന്റെ അരുമ അല്ലെങ്കിൽ പെറ്റ് ഓഫ് ദ സൺ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സൂര്യന്റെ അരുമ അല്ലെങ്കിൽ പെറ്റ് ഓഫ് ദ സൺ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വീനസ് അല്ലെങ്കിൽ ശുക്രൻ. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് മീഥെയ്ൻ. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം മീഥെയ്ൻ. ഏതു രാഗത്തിലാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ജനഗണമനയ്ക്ക് സംഗീതമൊരുക്കിയത്? ശങ്കരാഭരണം. ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ജനഗണമനയ്ക്ക് സംഗീതമൊരുക്കിയത് ശങ്കരാഭരണ രാഗത്തിലാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ ഏത് കഥാപാത്രമാണ് വന്ദേമാതരം എന്ന ഗാനം ആലപിക്കുന്നത്? ഭവാനന്ദൻ. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ ഏതു കഥാപാത്രമാണ് വന്ദേമാതരം എന്ന ഗാനം ആലപിക്കുന്നത്? ഭവാനന്ദൻ. ഏതു പ്രശസ്ത പക്ഷി നിരീക്ഷകന്റെ സ്മരണാർത്ഥമാണ് ചൂലന്നൂരിൽ മയിൽ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്? KK നീലകണ്ഠൻ. ഏതു പ്രശസ്ത പക്ഷി നിരീക്ഷകന്റെ സ്മരണാർത്ഥമാണ് ചൂലന്നൂരിൽ മയിൽ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്? KK നീലകണ്ഠൻ. മഹാരാഷ്ട്രയുടെയും ചണ്ഡീഗഡിന്റെയും ഔദ്യോഗിക വൃക്ഷം ഏതാണ്? മാവ്.
മാവാണ് മഹാരാഷ്ട്രയുടെയും ചണ്ഡീഗഡിൻ്റെയും ഔദ്യോഗിക വൃക്ഷം. കെ നീലകണ്ഠന്റെ പേരിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ വന്ദേമാതരം ആലപിക്കുന്നത് ഭവാനന്ദനാണ്. കേരളത്തിൽ പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചത് പെരിയാറിലാണ്. ഏതാണ് രണ്ടാമത്തെ ടൈഗർ റിസർവ്? പറമ്പിക്കുളം. പറമ്പിക്കുളമാണ് രണ്ടാമത്തെ ടൈഗർ റിസർവ്. 1986 തുറന്ന ഡൽഹിയിലെ പ്രസിദ്ധമായ ലോട്ടസ് ടെമ്പിൾ ഏത് മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രമാണ്? ബഹായി. 1986 തുറന്ന ഡൽഹിയിലെ പ്രസിദ്ധമായ ലോട്ടസ് ടെമ്പിൾ ബഹായി മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് ഏതു വർഷമാണ്? 2007. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് 2007. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39A പ്രകാരമാണ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഇന്ത്യൻ രാഷ്ട്രപതി. ദേശീയ പിന്നാക്ക വിഭാഗം കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ള. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള സ്റ്റാറ്റസ് കമ്മിറ്റി നിലവിൽ വന്നത് ഏതു വർഷമാണ്? 1971. ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള സ്റ്റാറ്റസ് കമ്മിറ്റി നിലവിൽ വന്നത് 1971. 1987 സെപ്റ്റംബർ 4 രാജസ്ഥാനിൽ സതി എന്ന അനാചാരത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട 18 വയസ്സുകാരി ആരാണ്? രൂപ് കൻവർ. 1987 സെപ്റ്റംബർ 4 രാജസ്ഥാനിൽ സതി എന്ന അനാചാരത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട 18 വയസ്സുകാരിയാണ് രൂപ് കൻവർ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതെല്ലാം? ചുവപ്പ്, രണ്ടാമതായി പച്ച എന്നീ നിറങ്ങളാണ് കാണാനാകാത്തത്. കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരിലാണ്? ഫിലിക് ബ്ലേക്ക് ബർഗ്. ഫിലിക് ബ്ലേക്ക് ബർഗ് എന്നയാളിൽ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരിലാണ്? ഫിലിപ്പ് ബ്ലേക്ക് ബർഗ്. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകം റെഡ് റിബൺ. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് റെഡ് റിബൺ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ. മെലനോമ എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ത്വക്ക്. മെലനോമ എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് ത്വക്ക്. ബ്രോങ്കൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് ശ്വാസകോശം. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് റെഡ് റിബൺ. സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ച ഗുജറാത്തിലെ സ്ഥലം തങ്കാര. സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ച ഗുജറാത്തിലെ സ്ഥലമാണ് തങ്കാര. ഡീഗോ ഗാർഷ്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഡീഗോ ഗാർഷ്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. പഞ്ചാബിൽ കൂക്ക കലാപത്തിൽ
സദ്ഗുരു രാം സിംഗ്, ഭഗത് സിംഗ് എന്നിവരെ തൂക്കിലേറ്റിയതിന് നേതൃത്വം നൽകിയത് വൈസ്രോയി ആര്? ഇർവിൻ പ്രഭു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാമെന്ന് പ്രസ്താവിച്ചത് നെപ്പോളിയൻ. നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാമെന്ന് പ്രസ്താവിച്ചത് നെപ്പോളിയൻ. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തിന് രൂപീകൃതമായ പാർട്ടീഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തിന് രൂപീകൃതമായ പാർട്ടീഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ മൗണ്ട് ബാറ്റൻ പ്രഭു. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാര്? രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ആരുടെ മകളെ ബീഹാറിലെ രാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തതാണ് ബ്രഹ്മസമാജത്തിന്റെ പിളർപ്പിന് കാരണമായത്? കേശവചന്ദ്രസൻ. കേശവചന്ദ്രസൻ മകളെ ബീഹാറിലെ രാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തതാണ് ബ്രഹ്മസമാജത്തിന്റെ പിളർപ്പിന് കാരണമായത്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ കപ്പലിന്റെ പേര് സാവോ ഗബ്രിയൽ. വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തിയ കപ്പലിന്റെ പേര് സാവോ ഗബ്രിയൽ. AD 644 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി ആര്? മാലിക് ദിൻ ബിനാർ. മാലിക് ദിൻ ബിനാർ ആണ് AD 644 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി. മുസ്ലിം ലീഗ് രൂപം കൊണ്ട നഗരം ധാക്ക. മുസ്ലിം ലീഗ് രൂപം കൊണ്ട നഗരമാണ് ധാക്ക. ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? GD ബിർള. ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആദ്യ പ്രസിഡന്റ് GD ബിർള. ഗാന്ധിജി സബർമതി ആശ്രമം നിർമ്മിച്ചത് 1917. ഗാന്ധിജി സബർമതി ആശ്രമം നിർമ്മിച്ചത് 1917 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ദേശീയ കലാപമായിരുന്നു എന്ന് വിലയിരുത്തിയ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ ആരായിരുന്നു? ബെഞ്ചമിൻ ഡിസ്രേലി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ദേശീയ കലാപമായിരുന്നു എന്ന് വിലയിരുത്തിയ ബ്രിട്ടീഷ് പാർലമെന്റേറിയനാണ് ബെഞ്ചമിൻ ഡിസ്രേലി. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യസമാജം. 10 തത്വങ്ങൾ ആര്യസമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 ശിപ്പായി ലഹള കാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് 200 രൂപ പ്രതിമാസ പെൻഷൻ ലഭിച്ചിരുന്ന നേതാവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. 1857 ശിപ്പായി ലഹളക്കാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് 200 രൂപ പ്രതിമാസ പെൻഷൻ ലഭിച്ചിരുന്ന നേതാവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യസമാജം. 10 തത്വങ്ങൾ ആര്യസമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ദേശീയ കലാപമായിരുന്നു എന്ന് വിലയിരുത്തിയ ബ്രിട്ടീഷ് പാർലമെന്റേറിയനാണ് ബെഞ്ചമിൻ ഡിസ്രേലി. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര മീറ്റർ ആണ്? 8848.86 മീറ്റർ. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം 8848.86 മീറ്റർ ആണ്. വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ച വർഷം 1941. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ച വർഷമാണ് 1941. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ 2ാം സ്ഥാനം നേടുന്ന ടീമിന് നൽകുന്ന ട്രോഫിയുടെ പേരെന്ത്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ 2ാം സ്ഥാനം നേടുന്ന ടീമിന് നൽകുന്ന ട്രോഫിയുടെ പേര് കമല ഗുപ്ത ട്രോഫി. സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ 3ാം സ്ഥാനം നേടുന്ന ടീമിന് നൽകുന്ന ട്രോഫിയുടെ പേര് സംപാങ്കി കപ്പ്. കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്? 7 തവണ. കേരളം 7 തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1972-73. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത്.
കേരളം ഏറ്റവും ഒടുവിലായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 2021-22. കേരളം ഏറ്റവും ഒടുവിലായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷമാണ് 2001-2022. ആദ്യമായി നേടിയത് 1972-73 കാലഘട്ടത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? പശ്ചിമ ബംഗാൾ. 32 തവണയാണ് പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതിയത് ആര്? VP മേനോൻ. VP മേനോന്റെ പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതിയത് VP മേനോൻ. ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഭാവ്നഗർ. ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന ആദ്യ നാട്ടുരാജ്യമാണ് ഭാവ്നഗർ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുമ്പോൾ നൈസാം ആരായിരുന്നു? മിർ ഒസ്മാൻ അലി ഖാൻ. ഹൈദരാബാദ് നൈസാമിന്റെ സൈന്യം അറിയപ്പെട്ടിരുന്ന പേര് റസാക്കർ. ഹൈദരാബാദ് നൈസാമിന്റെ സൈന്യം അറിയപ്പെട്ടിരുന്ന പേര് റസാക്കർ. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദേശീയോദ്യാനം ബന്ദിപ്പൂർ ദേശീയോദ്യാനം. മുത്തങ്ങ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം. സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. സ്വദേശി പ്രസ്ഥാനം ഉടലെടുത്തത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കേഴ്സൺ പ്രഭു. സ്വദേശി പ്രസ്ഥാനം ഉടലെടുത്തത് കേഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരം മിന്റോ മോർലി പരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരമാണ് മിന്റോ മോർലി പരിഷ്കാരം. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എപ്പോൾ? 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബാണെന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിന് പൂർണ്ണമായ അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏത്? നാഗ്പൂർ. നാഗ്പൂരിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പൂർണ്ണമായ അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി കേഴ്സൺ പ്രഭു ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ജോൺ ബ്രോഡിക്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോൺ ബ്രോഡിക് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി പിളർന്ന സമ്മേളനം 1907 സൂറത്ത് സമ്മേളനം. INCയിൽ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി പിളർന്ന സമ്മേളനമായിരുന്നു 1907 സൂറത്ത് സമ്മേളനം. സൂറത്ത് പിളർപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ പിളർപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോൺ ബ്രോഡിക്. INC മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി പിളർന്ന സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം 1907. 1907 കോൺഗ്രസ് സമ്മേളനം നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്ന സ്ഥലം നാഗ്പൂർ. ഏത് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അനസൂയ സാരാഭായ് അല്ലെങ്കിൽ അനസൂയ ബഹൻ എന്നറിയപ്പെടുന്നത്? അഹമ്മദാബാദ് മിൽ സമരം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു.
ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് അനസൂയ സാരാഭായ് അഹമ്മദാബാദ് മിൽ സമരം? കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജ. കായിക കേരളത്തിന്റെ പിതാവ് GV രാജ. കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 13. കേരള കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് രൂപം കൊണ്ട സ്ഥലമാണ് തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് രൂപം കൊണ്ട സ്ഥലം തലശ്ശേരി. കേരളത്തിൽ മറ്റ് ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ മറ്റ് ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ല കോട്ടയം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത്? നൂൽപ്പുഴ. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ് കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്നത്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് ഏത്? നിലമ്പൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ പഞ്ചായത്താണ് നിലമ്പൂർ.